സുഹാന വളരെ സന്തോഷത്തിലായിരുന്നു ഒരു വലിയ കുടുംബത്തിന്റെ മരുമകളാകുന്നതിൽ. നഗരത്തിലെ വ്യാപാരികൾക്കിടയിൽ ഒരു വലിയ പേരായിരുന്നു സേഠ് രാമചന്ദ്രന്റെ. അയാളുടെ ബംഗ്ലാവിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നഗരം മുഴുവനുമുണ്ട്, അടുത്തുള്ള നഗരങ്ങളിലുമുണ്ട്. സുഹാനയ്ക്ക് തോന്നിയിരുന്നു അവൾ വളരെയധികം ഭാഗ്യവതിയാണെന്ന്. ഇത്ര വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നില്ലേ? കല്യാണത്തിനു ശേഷം സുഹാന ആദ്യത്തെ ദിവസം തന്നെ ഗൃഹപ്രവേശം ചെയ്തു. അവളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ലഡു പൊട്ടുന്നുണ്ട്. ആദ്യ അടുക്കള ദിവസം എത്തിയപ്പോൾ സുഹാനയുടെ സ്വപ്നം വെള്ളത്തിലായി. സുഹാന ചേച്ചി, അമ്മ പറഞ്ഞു ചേച്ചിയോട് ആദ്യം ഹലുവയുണ്ടാക്കാൻ. വരൂ, ഞാൻ അടുക്കള കാണിച്ചു തരാം. അടുക്കള? ഞാൻ അടുക്കളയിലെ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, വീട്ടിൽ ആദ്യം ഹലുവയുണ്ടാക്കുന്നത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന്. എന്റെ മൊബൈലിൽ എന്റെ വീഡിയോ എടുക്കാമോ നന്ദിനി? സുഹാന പറയുന്നത് കേട്ട് നന്ദിനി ചിരിച്ചു. ഇതെല്ലാം കണ്ട് സുഹാനയ്ക്ക് വളരെയധികം അത്ഭുതം തോന്നി. അതിന്റെ കാരണം അന്വേഷിച്ചു. എന്തുപറ്റി നന്ദിനി, എന്തിനാ ചിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞോ? നീ TV കാണില്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാ മരുമക്കളും അവരുടെ ആദ്യ പാചകം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ചേച്ചി, നമ്മുടെ അടുക്കളയ്ക്കും അവരുടെ അടുക്കളയ്ക്കും വ്യത്യാസമുണ്ട്. അവരുടെ അടുക്കള കാണാൻ എന്ത് രസമാ! എന്നാൽ നമ്മുടേത് പഴയ അടുക്കളയാണ്. ചേച്ചിക്ക് ബാക്ക്ഗ്രൗണ്ട് നന്നായി കിട്ടുകയേയില്ല. വരൂ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ചേച്ചിയുടെ ഇഷ്ടം. എന്നിട്ടും അടുക്കളയിലെ വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. എന്നാൽ നമ്മളിൽ ഒരാൾ വെളിയിൽ നിൽക്കേണ്ടി വരും. ചെറിയ അടുക്കളയാ. എന്നുവെച്ചാൽ ഇത്ര വലിയ ബംഗ്ലാവിൽ ഇത്ര ചെറിയ അടുക്കളയോ? സുഹാന മോളെ, ഇത് നിന്റെ ആദ്യത്തെ പാചകമാണ്. നന്ദിനിയുടെ കൂടെ പോകൂ, പിന്നെ ഹലുവ ഉണ്ടാക്കാൻ തുടങ്ങൂ. ശരിയമ്മേ. സുഹാന അടുക്കളയുടെ അടുത്തേക്ക് പോയപ്പോൾ അത്ഭുതപ്പെട്ടു നിന്നു. അടുക്കള വളരെ ചെറുതും കഷ്ടപ്പെട്ട് ഒരാൾക്ക് മാത്രമേ നിൽക്കാനും പറ്റൂ. സുഹാന അവിടെ നിന്ന് ഹലുവയും ഉണ്ടാക്കാൻ തുടങ്ങി. അവളുടെ നാത്തൂൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാനും തുടങ്ങി. നന്നായി. ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെയേ അല്ല. ഇത്ര ചെറിയ അടുക്കളയിൽ ഇത്രയും സാധനങ്ങൾ വെച്ച് എങ്ങനെ ജോലി ചെയ്യാനാണ്? സുഹാന സ്വപ്നം കണ്ടിരുന്നു തന്റെ ആദ്യ അടുക്കളയിൽ ഹലുവ ഉണ്ടാക്കുന്നതായി. പിന്നെ വീഡിയോ എടുത്തിടുന്നതും ഇതെല്ലാം വെറും സ്വപ്നമായി. ഇത്രയും ചെറിയ അടുക്കളയിൽ ഹലുവയുണ്ടാക്കുന്നത് വലിയ കാര്യമാണ്. ചേച്ചി, വീഡിയോ ഞാൻ എടുക്കട്ടെ? വേണ്ട, ബാക്ക്ഗ്രൗണ്ട് നന്നായി കിട്ടില്ല. ചെറിയ അടുക്കളയാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമാ. എടുക്കണ്ട വീഡിയോ. സുഹാനയ്ക്ക് നിരാശയായി. കഷ്ടപ്പെട്ടവൾ ഹലുവ ഉണ്ടാക്കി. അവൾ അടുക്കളയിൽ മുഴുവൻ നോക്കിക്കൊണ്ടേയിരുന്നു. അതൊരു പഴക്കമുള്ള അടുക്കളയുമായിരുന്നു. ദിവസം കഴിയും തോറും സുഹാനയ്ക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കഷ്ടമായി. അവൾ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ കയറുമ്പോൾ സാധനങ്ങൾ മാറിയിരിക്കും, പിന്നെ അത് കാണാതെയുമാകും. സുഹാനയുടെ കല്യാണം കഴിഞ്ഞ് 4 മാസമായി. അവൾ ആ ചെറിയ അടുക്കളയിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തു ചെയ്യും, എവിടെ വെച്ചെന്ന് ഒരു പിടിയുമില്ല. രാവിലെ എവിടെയാ വെച്ചത്? എന്താ സുഹാനെ, എന്താ നോക്കുന്നത്? അച്ഛൻ കുറെ നേരമായി ചായ ചോദിക്കുന്നു. ബിസ്ക്കറ്റിന്റെ പാട്ട നോക്കുക. അടുക്കള മുഴുവൻ നോക്കി, കിട്ടുന്നേയില്ല. ചായയുടെ കൂടെ അച്ഛന് ബിസ്ക്കറ്റ് വേണമെന്ന്. നിക്ക്, ഞാൻ നോക്കട്ടെ. ഇതാ നോക്ക്, ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. എനിക്ക് മതിയായി. ഈ ചെറിയ അടുക്കളയിൽ ഒന്നും തന്നെ കാണുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്രയും വലിയ വീട്ടിൽ ചെറിയ അടുക്കള എന്തിനാ ഉണ്ടാക്കിയത്? മരുമോളെ, എന്താ നീ പറയുന്നത്? ഇത് ചെറുതോ? നിനക്കറിയാമോ, ഞങ്ങൾ 4 മരുമക്കൾ ഇത്രയും ചെറിയ അടുക്കളയിൽ മുഴുവൻ കുടുംബത്തിനും ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മോൾക്ക് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ? ഈ ഒരു അടുക്കളയിൽ ഇത്രയും വലിയ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നത് കേട്ടിട്ട്. എനിക്ക് ചെറിയ അടുക്കള വളരെ ഇഷ്ടമാ. എനിക്കറിയില്ല നീ എന്തിനാണ് നിരാശപ്പെടുന്നതെന്ന്. സുഹാന തന്റെ അമ്മായിയമ്മ പറയുന്നത് കേട്ട് മിണ്ടാതെ നിന്നു. പക്ഷെ മനസ്സിൽ അവൾക്ക് ദേഷ്യമുണ്ടായിരുന്നു. അന്ന് രാത്രി സുഹാനയുടെ 2 കൂട്ടുകാരികൾ അവളെ കാണാൻ വന്നു. സുഹാന, നീ എന്താ പറഞ്ഞത്? നീ നിന്റെ പുതിയ അടുക്കളയുടെ റീലുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമെന്നല്ലേ? ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുപറ്റി? നീ ഹലുവയൊന്നും ഉണ്ടാക്കിയില്ലേ റീലിടാനായിട്ട്? അതൊന്നുമല്ല. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആദ്യ പാചകത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? അതെന്താ അങ്ങനെ? ഇത്ര നല്ല വീട്, വലിയ ബംഗ്ലാവ് എല്ലാം നിന്റെ തന്നെയല്ലേ? നീ ഭാഗ്യവതിയാണ്. ഇത്രയും വലിയ ബംഗ്ലാവിൽ മരുമകളാകാൻ പറ്റിയില്ലേ? നിനക്കിതിൽ നിന്നും വലിയ വലിയ ഫോട്ടോസൊക്കെ ഇടാൻ പറ്റും. എന്നിട്ടും ആദ്യത്തെ പാചക വീഡിയോ ഇടാൻ നിനക്ക് മടിയെന്താ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ മനസ്സിലാക്കിത്തരാം. സുഹാന തന്റെ 2 കൂട്ടുകാരികൾക്കും അടുക്കള കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. ഇപ്പോൾ പറ, എന്തു ചെയ്യണം? ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും ചെറിയ അടുക്കളയിൽ, ഈ അടുക്കളയിൽ നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെങ്ങനെയാ റീല് ചെയ്യുന്നത്? നിന്റെ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്ക് ചെറുതായി മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത്രയും ചെറിയ അടുക്കളയിൽ എങ്ങനെ പാചകം ചെയ്യും? അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല പെരുക്കുന്നു. പെട്ടെന്ന് സുഹാനയുടെ കാലിൽ ഒരു ഡ്രം വന്നു വീണു. ഈ ഡ്രം ഇവിടെ ആരാ വെച്ചത്? നോക്കിക്ക് സുഹാനെ, എന്തെങ്കിലും ചെയ്ത് നീ അടുക്കളയൊന്ന് മാറ്റാൻ നോക്ക്, അല്ലെങ്കിൽ പ്രശ്നമാകുമേ.
അന്ന് സുഹാനയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. അവൾ ഉറങ്ങാതെയും ഇരുന്നു. അവൾ ഉറപ്പിച്ചു, എന്നാണോ അവളുടെ അടുക്കള വലുതാകുന്നത് അന്ന് വരെ ആഹാരം കഴിക്കില്ലെന്ന്. അമ്മേ, ചേച്ചി ഭക്ഷണം കഴിക്കാനേ കൂട്ടാക്കുന്നില്ല. ഇനി അടുക്കള വലുതാക്കിയില്ലെങ്കിൽ കഴിക്കുകയേയില്ലെന്ന്. അത് കൊള്ളാമല്ലോ. ഇത്രയും കാലം ഈ അടുക്കളയിലല്ലേ ഞങ്ങളും ചെയ്തത്. ഇവൾ ഇപ്പോൾ വന്നതല്ലേ, അവൾക്കിപ്പോൾ വലിയ അടുക്കള വേണമെന്ന്. വീട് വലുതാണെങ്കിൽ അടുക്കളയും വലുതാക്കണമെന്ന് എന്താവശ്യം? അമ്മേ, ഒരു കാര്യം പറയട്ടെ. നോക്കൂ, പുതിയ കാലം വന്നപ്പോൾ നമ്മൾ വീട് വലുതാക്കി. പക്ഷേ അടുക്കള വലുതാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേയില്ല. എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ അടുക്കള ചെറുതാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഞാൻ പോകുന്ന വീട്ടിലെങ്കിലും വലിയ അടുക്കള വേണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കല്യാണവും ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. അവിടുത്തെ അടുക്കള വളരെ വലുതാണ്. എന്താ പറയുന്നത്? ആധുനിക അടുക്കള, മോഡുലാർ കിച്ചൺ എന്നാ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നല്ല ഡിസൈൻസ് ഉള്ള അടുക്കളയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടമ്മേ. അവരുടെ വീട്ടിലും അങ്ങനത്തെ വലിയ അടുക്കളയാണ്. അമ്മേ, ചേച്ചിക്ക് വേണ്ടി നമ്മുടെ ചെറിയ അടുക്കള നമുക്ക് വലുതാക്കാം. സാവിത്രി നന്ദിനിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ അനിലിനെ വിളിച്ചു. മോനെ അനിൽ, നിനക്കറിയാമോ ആധുനിക അടുക്കളയുണ്ടാക്കാൻ എത്ര ചെലവ് വേണ്ടിവരുമെന്ന്? വലിയ ആധുനിക അടുക്കള എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അടുക്കള വലുതാക്കണം അല്ലേ അമ്മേ? അതെ അനിൽ മോനെ, എന്റെ അഭിപ്രായവും നിന്റെ അമ്മയുടെ അഭിപ്രായം പോലെയാണ്. നമ്മൾ നമ്മുടെ ബംഗ്ലാവ് വലുതും സുന്ദരവുമാക്കി. അതുപോലെ തന്നെ അടുക്കളയും ആധുനികവും സുന്ദരവുമാകണ്ടേ? നന്ദിനി മോള് പോകാൻ പോകുന്ന സ്ഥലത്തെ അടുക്കളയില്ലേ, അത് വളരെ വലുതാ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, മോളുടെ അമ്മായിയപ്പനോട് സംസാരിച്ചിട്ട് അതുപോലൊരു അടുക്കള ഇവിടെയും പണിതേക്കാമെന്ന്. ശരി അച്ഛാ, ഞാനിത് ഇപ്പോൾ തന്നെ ചേച്ചിയോട് പറയാം. ഇത് കേൾക്കുമ്പോൾ ചേച്ചിക്ക് സന്തോഷമാകും. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടൊരു മൂലയിലിരിക്കുകയാണ്. നന്ദിനി സുഹാനയോട് പുതിയ അടുക്കള പണിയുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഹാനയ്ക്ക് വളരെയധികം സന്തോഷമായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുഹാനയുടെ വലിയ വീട്ടിൽ വലിയ അടുക്കള പണിതു. ജീവിതത്തിൽ സുഹാന ആഗ്രഹിച്ചതുപോലെയുള്ള അടുക്കള കിട്ടി. അവളുടെ അടുക്കള വളരെ വലുതായി. അവൾ ചിന്തിച്ച പോലെയുള്ള അടുക്കള തന്നെയായിരുന്നു അത്. ഒരു വലിയ അടുക്കളയുടെ സ്വപ്നവും നിറവേറി. രവി, നിങ്ങൾക്കറിയാമോ, എന്റെ കൂട്ടുകാരി 1 ലക്ഷത്തിന്റെ ഫ്രിഡ്ജ് വാങ്ങി. അലമാര പോലെ ഇരിക്കുന്ന ഫ്രിഡ്ജില്ലേ, അതാ വാങ്ങിച്ചിരിക്കുന്നേ. ഇവിടെ ആണെങ്കി ഒരു മൈക്രോവേവ് വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഞാൻ പറയുന്നു. ഫ്രിഡ്ജും പഴയതായി തുടങ്ങി. അടുക്കളയില് എല്ലാ സാധനങ്ങളും പഴയതായി തുടങ്ങി. അടുക്കളയൊക്കെ മോഡേൺ ആയിട്ടൊന്ന് സെറ്റാക്കണം നമുക്ക്. ശാലിനി, നിനക്കറിയാലോ, നമ്മുടെ കല്യാണത്തിന് ശേഷം ഈ ഫ്ലാറ്റ് ലോണിലാണ് എടുത്തതെന്ന്. ഇപ്പോഴും ഇൻസ്റ്റാൾമെന്റ് തീർന്നിട്ടില്ല. അതുകൂടാതെ വീട്ടിലെ ചെലവുകളും മറ്റു ചെലവുകളൊക്കെ ഇല്ലേ. ഈ സമയത്ത് ഇത്രയും പണം തയ്യാറാക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. നിന്റെ സുഹൃത്തുക്കളൊക്കെ ധനികരല്ലേ, അവർക്കെല്ലാം പെട്ടെന്ന് നടത്താൻ പറ്റും. പക്ഷെ നിനക്ക് എന്റെ കാര്യം അറിയാവുന്നതല്ലേ. ശാലിനിക്ക് ദേഷ്യം വന്നിട്ട് അവന്റെ കൈ വിടിയിച്ച് നേരെ ചായയുടെ കപ്പും കൊണ്ട് അടുക്കളയിലിട്ട് പോവും. ഇതൊക്കെ എന്റെ ഒരു വിധി തന്നെയാ നിങ്ങളെ കല്യാണം കഴിച്ചത്. എന്റെ അച്ഛൻ എത്ര പണക്കാരുടെ ആലോചന കൊണ്ടുവന്നതാ. പക്ഷെ എനിക്ക് നിങ്ങളോട് പ്രണയമായിരുന്നല്ലോ, അതുകൊണ്ട് ലവ് മാരേജ് മതിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. ജനിച്ചതേ സാധാരണ ഒരു വീട്ടിൽ, പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചു വന്ന വീടാണെങ്കിലോ ദാ ഇങ്ങനെയും പിശുക്കിന്റെ അങ്ങേയറ്റം തന്നെ. ശാലിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മായിയമ്മ അമ്പലത്തിൽ നിന്ന് വരുന്നത്. ശാലിനി പറയണ എല്ലാം കേട്ടിരുന്നു. ശാലിനി മോളെ, അവന് പറ്റുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ടല്ലോ, രാവില്ല പകലില്ലാതെ. അവൻ കഷ്ടപ്പെടുന്നില്ലേ മോളെ, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നീയാണെങ്കി സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് കുറ്റപ്പെടുത്തുവാണല്ലോ മോളെ. ഞാൻ കുറ്റപ്പെടുത്തിയാലേ വല്ല നടക്കുള്ളൂ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ. ഇനിയിപ്പോ അങ്ങേരെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എന്തേലും ചെയ്യണം. എന്റെ ആഗ്രഹങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കൂട്ടുകാരി അൽപ്പനയുടെ വീട്ടിൽ പോവാ. രാത്രിയിൽ ആഹാരം അമ്മ ഉണ്ടാക്കിക്കോണം, ഞാൻ അവിടുന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. ശാലിനി മുഖവും വീർപ്പിച്ച് മുറിയിലേക്ക് പോകും. രവി ജോലിക്ക് പോവുകയും ചെയ്തു. അവളുടെ അമ്മായിയമ്മ വീട്ടിലെ ജോലി ചെയ്യുകയായിരുന്നു. വൈകുന്നേരം ആവുമ്പോൾ ശാലിനി അൽപ്പനയുടെ വീട്ടിലേക്ക് പോകും. അൽപ്പനയുടെ വീട്ടിലെത്തിക്കുമ്പോൾ ശാലിനി ആകെ പടഞ്ഞെട്ടിപ്പോകും. അൽപ്പനയുടെ അടുക്കള അടിപൊളിയായിരുന്നു. അടുക്കളയില് പലതരം ഇലക്ട്രോണിക് പുതിയ പുതിയ ഉപകരണങ്ങളുണ്ടായിരുന്നു. ശാലിനിയുടെ കൂട്ടുകാരി വർഷയും അവിടെ ഉണ്ടായിരുന്നു. അൽപ്പന, നിന്റെ അടുക്കള എന്താ അടിപൊളിയാ. എന്റെ അടുക്കളയിൽ ഇതൊന്നും ഇല്ലാട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഹസ്ബൻഡ് പൈസ തരൂ ഇതൊക്കെ വാങ്ങാൻ. ഹസ്ബൻഡ് അല്ലാണ്ട് പിന്നെ ആരാ പൈസ തരുന്നേ വാങ്ങാനായിട്ട്? ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്വം അല്ലേ? എന്റെ കാര്യം അങ്ങനല്ല. എന്റെ ചേട്ടത്തിക്ക് അത്ര പൈസയൊന്നുമില്ല. ഞാൻ വാങ്ങിയത് കണ്ടപ്പോ അവൾക്കും വേണമെന്നായി. പിന്നെ അങ്ങ് ഇൻസ്റ്റാൾമെന്റിൽ അങ്ങ് സെറ്റാക്കി. നിനക്ക് EMI അങ്ങ് എടുത്താ പോരെ? ആദ്യം കുറച്ച് എമൗണ്ട് കൊടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളത് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അങ്ങ് അടഞ്ഞു പോവും. സത്യാണോ? ആദ്യം എത്ര രൂപ കൊടുക്കേണ്ടി വരും? അത് ഞാൻ എന്റെ ചേട്ടത്തിയോട് ചോദിച്ചിട്ട് പറയാം. ഒരുപാട് സാധനങ്ങൾ EMI വാങ്ങുന്നുണ്ടേ, അതാ
പുള്ളിക്കാരി എല്ലാം EMI വെച്ച് തന്നെയാണ് അടുക്കളയിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ക്രോക്കറി ഐറ്റംസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അങ്ങനെ കുറേ. അടുക്കള നല്ല രീതിയിൽ ഒരുക്കി എന്തായാലും വെച്ചിട്ടുണ്ട്. വർഷ പറഞ്ഞത് കേട്ട് അവളുടെ മനസ്സിൽ ആക്രാന്തം മൂത്ത് അടുത്ത ദിവസം തന്നെ ഒരു പുതിയ ഫ്രിഡ്ജ് EMI ആയിട്ട് വാങ്ങിക്കൊണ്ടുവരും. ശാലിനി, ഇതെന്തത്ര വലിയ പെട്ടിയില്? അത് ഞാൻ അമ്മോട് പറഞ്ഞില്ലേ, അലമാര പോലെ ഇരിക്കുന്ന ഫ്രിഡ്ജ് ഇപ്പൊ ട്രെൻഡാ. ഞാനതങ്ങ് വാങ്ങി. 1.5 ലക്ഷത്തിന്റെ ഫ്രിഡ്ജാ. എനിക്കങ്ങ് സന്തോഷമായി. 1.5 ലക്ഷോ? എവിടുന്ന് കിട്ടി മോളെ നിനക്കിത്ര പൈസ? 1.5 ലക്ഷം അതിന് ഒരുമിച്ചല്ല അമ്മ കൊടുത്തത്, EMI വഴിയാ. ഓരോ മാസം ഇച്ചിരി പൈസ വെച്ച് അടച്ചാ മതി. ഇനി അടുക്കളയിൽ ഇത് കൊണ്ടേ വെക്കട്ടെ കേട്ടോ എത്രയും പെട്ടെന്ന്. എന്നിട്ട് ഇതിന്റെ അകത്ത് നല്ല നല്ല ഫ്രൂട്ട്സ് വെക്കണം. അതിനുശേഷം ശാലിനി ഓരോന്നായിട്ട് EMI വഴി വാങ്ങാൻ തുടങ്ങി. അവൾക്ക് അവളുടെ അടുക്കള വലിയ പണക്കാരുടെ രീതിയിലാക്കണായിരുന്നു. ഇപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോ മൈക്രോവേവ്, ഓവൻ, അങ്ങനെ പലതും വാങ്ങി. അങ്ങനെ ശാലിനിക്ക് 8-9 ലക്ഷത്തിന്റെ കടം വന്നു. അതുകൂടാണ്ട് അവൾ കോഫി മേക്കറും അവള് വാങ്ങി. അതിന്റെ വില 80,000 രൂപയായിരുന്നു. രവി അപ്പോഴേക്കും വരുമ്പോ അവളുടെ കൂട്ടുകാരികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശാലിനി അവളുടെ അടുക്കളയിലെ സാധനങ്ങൾ കാണിക്കുകയായിരുന്നു. എന്റെ പുതിയ കോഫി മേക്കറിലെ കോഫി എങ്ങനെയുണ്ട്? വർഷ, കുടിക്കേ. സത്യം പറയാലോ, കോഫി മേക്കറിലെ കോഫി അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇപ്പൊ നിന്റെ അടുക്കള കാണുമ്പോ പണക്കാരുടെ അടുക്കള പോലെ തന്നെയുണ്ട്. ഇനി നീ അടുക്കള ഒന്ന് റീനോവേറ്റ് ചെയ്തിട്ട് മോഡേൺ ആക്കാൻ നോക്ക്. എല്ലാ സാധനങ്ങളും അപ്പൊ ആ കിച്ചണിൽ സെറ്റാവും. അതെ, നീ അൽപ്പനയുടെ അടുക്കള കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാനും അൽപ്പനെ പോലത്തെ അടുക്കള ഉണ്ടാക്കി. സ്റ്റീലും വുഡും ഒക്കെ വെച്ചിട്ട് അടിപൊളിയാ. അതിന്റെ അലമാരയൊക്കെ അടിപൊളിയാണ്. മോഡേൺ ആയിട്ടുള്ള കിച്ചൺ. അതിനും നമുക്ക് EMI ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. മുഴുവൻ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ? എത്ര ലക്ഷം രൂപയാകും? അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. നിനക്ക് എങ്ങനെ വേണോ അതനുസരിച്ച്. എന്റെ ഒരു ഊഹത്തിൽ 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ അതിന്റെ ഇടയ്ക്കാവൂ. ഞാൻ വേണേ സംസാരിക്കാം. എന്റെ പരിചയത്തിലെ ചേട്ടൻ ഇച്ചിരി പൈസ വെച്ച് ചെയ്തു തരും. ശരി, ഞാനെന്തായാലും പ്ലാൻ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും കോഫി കുടിക്ക്. ഞാൻ എന്റെ പുതിയ എയർ ഫ്രയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് എടുത്തിട്ട് വരാം. ശാലിനി, രവി വന്നിട്ട് കുറെ നേരമായി. എന്റെ മുറി ഇരിക്കുക, അവനിച്ചിരി ടെൻഷനിലാ. ആണോ? ഞാനിപ്പോ വരാം. എന്തു പറ്റി രവി? അമ്മ പറഞ്ഞു ടെൻഷനിലാണെന്ന്. അതെ, ഞങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നെന്റെ കമ്പനിയിലുള്ള അവസാന മാസമാണ്. അടുത്ത മാസം തൊട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കേണ്ടി വരും. നിങ്ങൾ ജോലി വിടാൻ പോവാ? അപ്പൊ ഈ മാസം എനിക്ക് തരാന്ന് പറഞ്ഞ പൈസയോ? ഞാൻ ഇതല്ലേ നിന്നോട് പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ പറയുന്ന നീ കേൾക്കാറേ ഇല്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുവേ, നമുക്ക് പറ്റുന്നതേ നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ. ഞാൻ തീരുമാനിച്ചു അമ്മ. ഞാൻ ഇതെല്ലാം അങ്ങ് വിൽക്കാൻ പോവാ. കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാ ഇവിടെ ഇരുന്നിട്ട്? രവിക്കിനി എപ്പോ ജോലി കിട്ടാനാ? കിട്ടിക്കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാലേ ശമ്പളം കിട്ടൂ. വീട്ടില് മറ്റു കാര്യങ്ങൾക്കും പൈസ വേണമല്ലോ. ശാലിനി ഇത് പറയുമ്പോ തന്നെ അവളുടെ കൂട്ടുകാരികൾ മുറിയിലേക്ക് വരും. അവരെല്ലാം കേൾക്കുകയും ചെയ്തു. ശാലിനി, എന്റെ പേഴ്സ് എവിടെ ആയിപ്പോയി? നീ വിഷമിക്കാതെ, നീ ഞങ്ങളുടെ കൂട്ടുകാരിയല്ലേ. കൂട്ടുകാരിക്കൊരു പ്രശ്നം വന്നാ ഞങ്ങളുണ്ടാവൂലേ? ഞങ്ങള് കാരണമല്ലേ നീ ഇതൊക്കെ വാങ്ങിച്ചേ. അപ്പൊ ഇതിന്റെ വഴി ഞാൻ പറഞ്ഞുതരാം. കടം വാങ്ങിയിട്ട് EMI അടയ്ക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പകരം നീ ഒരു ജോലി നോക്ക്. സത്യാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ജോലി ചെയ്യാൻ റെഡിയാണ്. താങ്ക് യു കൽപ്പന. താങ്ക് യു വർഷ. നിങ്ങൾ രണ്ടുപേരും എന്റെ നല്ല കൂട്ടുകാരാ. സന്തോഷം കൊണ്ട് ശാലിനിയുടെ കണ്ണു നിറയും. അവൾക്ക് ധൈര്യം കൊടുത്തത് അവളുടെ കൂട്ടുകാരികളാ. അങ്ങനെ ശാലിനിയുടെ 2 കൂട്ടുകാരി അവളെ സപ്പോർട്ട് ചെയ്യും. പതിയെ അവൾ എല്ലാ കടങ്ങളും തീർത്ത് EMI ഒക്കെ അടച്ചു തീർത്ത് വീട്ടിലെ കഷ്ടപ്പാടുകൾ പോലും തീരാൻ തുടങ്ങി. കാരണം 2 പേർക്കും ഇപ്പോ ജോലി ഉണ്ടായിരുന്നു. Thanks for watching.